നാട്ടിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വിധി വന്നു കഴിഞ്ഞു. പ്രവാസി സമൂഹം എങ്ങനെയാണ് ഈ ജനവിധിയെ നോക്കിക്കാണുന്നത്? ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് പതിവില്ലാത്ത വിധം UDFൻ്റെ ഒരു മുന്നേറ്റമാണ് കാണുന്നത്. ഇത് ഭരണവിരുദ്ധ വികാരമാണോ? തീർച്ചയായിട്ടും ഇതൊരു 9 വർഷമായിട്ടുള്ളൊരു ഇതാണ്. അത് മാറ്റം എന്തായാലും വേണം. കോൺഗ്രസ് ഒരു ചേഞ്ച് വന്നാലാണ് നമ്മളെ നാട് നന്നാവുള്ളൂ. എപ്പോഴും ഒരേ ടീം തന്നെ ഭരിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു വിഷയമാണ് തന്നെ. മൊത്തത്തിൽ എല്ലാവർക്കും അറിയണതാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് കയറാൻ കാരണം. ഞങ്ങളെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ഞങ്ങളെ വാർഡൊക്കെ കോൺഗ്രസ്സാണ്. ഏത് പഞ്ചായത്താണ്? ഞങ്ങൾ വെങ്കിടങ്ങ് പഞ്ചായത്ത്. എന്താ അവിടുത്തെ അവസ്ഥ? അവിടെ അടിപൊളി എല്ലാ കോൺഗ്രസ് 10 സീറ്റോളം കോൺഗ്രസ് ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടി. അതല്ലാണ്ട് മറ്റൊന്നും ഇതിന് പറയാനില്ല. ഒറ്റ വാക്കിൽ പിണറായി വിജയൻ്റെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയിട്ട് ആ പ്രതികളൊക്കെ ഇന്നും സംരക്ഷിച്ച് നിർത്തുകയാണ്. നേരെ മറിച്ച് UDFിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിറകെ പെണ്ണ് കേസും പറഞ്ഞിട്ട് പിറകെ ആളെ വിടുകയാണ്. എന്തെന്നാ ഇതിനൊക്കെ പറയുക? അഹങ്കാരം. വെള്ളാപ്പള്ളി നടേശനെ വായെടുത്താൽ വർഗീയത മാത്രം തുപ്പുന്ന വെള്ളാപ്പള്ളി നടേശനെ കാറിലേറ്റ് കൊണ്ടുവന്ന് ആ കാറിൻ്റെ ടയറിലെ കാറ്റ് ജനങ്ങൾ ഉരിവിട്ട്. അത്രയേ ഇതുള്ളൂ ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുന്നതാണോ? തീർച്ചയായിട്ടും പ്രതിഫലിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 26-27 സീറ്റിൽ LDF ഒതുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിലെത്തിപ്പെടും. നല്ല മൃഗീയ ഭൂരിപക്ഷത്തിൽ UDF വരും. അതിലൊരു സംശയവും വേണ്ട. ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന അവരെ ആവിർഭാവം മുതൽ കൂട്ടുപിടിച്ചിട്ട് ഇത്രയും കാലം അവരെ കൊണ്ടു നടന്ന് ഗെയിൽ പൈപ്പ് ലൈൻ സമരത്തിൽ അവർക്ക് ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന എതിരായി നിന്നപ്പോൾ അതുമുതൽ അങ്ങോട്ട് അവർ വർഗീയവാദിയാണ്. ആര് ഇവർക്കെതിരാണോ അവർ വർഗീയവാദികൾ. അവർക്ക് ചാപ്പകുത്തുക, ഇസ്ലാമോഫോബിയ കൊണ്ടുവരാം. ഇതല്ലാണ്ട് മറ്റൊരു നയം അവർക്കില്ല. പെണ്ണ് കേസും ഇസ്ലാമോഫോബിയ അല്ലാണ്ട് ഇടതുപക്ഷത്തിൻ്റെ അടുത്ത് മറ്റൊരു നയം ഇപ്പോൾ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് ഇടതുപക്ഷം അതപ്പതിച്ചു പോയി. എല്ലാവർക്കും അറിഞ്ഞല്ലേ അമ്പലത്തിൻ്റെ അത് വളരെ ഇതല്ലേ. അമ്പലം വിഗ്രഹം കട്ടൊരു മലതൊക്കെ കട്ട് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാരണം നമ്മളെ മുഖ്യമന്ത്രിയെ പണ്ട് എന്താണ് ഖജനാവ് തന്നെ അടിച്ചു മാറ്റിക്കൂടെ. മൊത്തം സാമ്പത്തികമായിട്ട് മൊത്തത്തിൽ ആണ്. ശബരിമല ഉണ്ട്, പിന്നെ പീഡനം, അതും വേറൊരു കേസ്. അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ്. മൊത്തത്തിൽ എല്ലാത്തിനും ബുദ്ധിമുട്ട് തന്നെയാണ് ആൾക്കാർക്ക്. എൻ്റെ രാജാണ് പഞ്ചായത്ത്. ഏത് ജില്ല? കാസർഗോഡ്. അവിടെ ഇപ്പം LDF ആണ്. അത് തുടർച്ചയായിട്ട് LDF വിജയിച്ചു വരുന്ന മണ്ഡല പഞ്ചായത്താണത്. ഇപ്പോൾ ഒരു തരംഗം വന്നിട്ടുണ്ട്. എന്തായാലും ഇത് തന്നെയായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. കണ്ണൂർ മട്ടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ UDF ആണ്. അവിടെ 2 സ്ഥലത്തായിട്ട് വിജയിച്ചു, 2 വാർഡിൽ. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ അവരെ വികസനം ശരിയില്ലാതുകൊണ്ടാണ് UDF വിജയിക്കാൻ കാരണം. അതിപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, പിന്നെ ശബരിമലേൻ്റെ പ്രശ്നങ്ങൾ അതൊക്കെ മുൻകരുത്തിയാണ് നമ്മളങ്ങനെ. ഇനി തുടർഭരണം എന്തായാലും കേരളത്തിൽ ഉണ്ടാവില്ല. തുടർഭരണം ഇനി UDF ആണ് നമ്മൾ ഭരിക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് നമുക്കറിയാം, തുടർഭരണം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളം ശരിയാവില്ല. അതിപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടേ ഉള്ളൂ അതിനെപ്പറ്റിയൊക്കെ. തുടർഭരണം എന്തായാലും കേരളത്തിൽ പറ്റൂല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ കാഴ്ചപ്പാടാണ് ഇപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. നമുക്ക് പ്രത്യേകിച്ചെന്ന് പറയാനൊന്നുമില്ല. ആര് ജയിച്ചാലും ജനത്തിന് നല്ലതായിരിക്കണം, അത്രേ ഉള്ളൂ. നമ്മൾ പാലക്കാട് പട്ടാമ്പി മുതുതല പഞ്ചായത്താണ് വരുന്നത്. അതിൽ 10-65 വർഷക്കാലമായിട്ട് ഭരിച്ചിരുന്നത് LDF ആണ്. പക്ഷേ ഇപ്രാവശ്യം അതിനൊരു മാറ്റം വന്ന് UDF ഭരണത്തിലേറിയിട്ടുണ്ട്. പിന്നെ ഇത്രയും കാലമായില്ലേ, മാറ്റം വരട്ടെ. നിലമ്പൂർ നമ്മളെ UDF തകർത്ത് വാരി. നമ്മുടെ കോട്ടയാണ്, നമ്മളത് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അൻവർക്കാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷന് ജയിച്ചു വന്നു. ഇനി അത് തുടർച്ചയായിട്ട് വീണ്ടും നമ്മൾ തുടർന്ന് പോവുകയാണ്. വളരെ സന്തോഷമുണ്ട്. UDF തരംഗമാണ് ഇപ്രാവശ്യം.
70ഓളം സീറ്റ് ഇപ്പോൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വലിയൊരു കാര്യമാണ്. അടുത്ത ഇലക്ഷനിലേക്ക് UDF വീണ്ടും ഒരു തുടർ ഭരണം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ കുറ്റാട്ടൂർ പഞ്ചായത്താണ്, കണ്ണൂർ. എന്താ അവിടുത്തെ അവസ്ഥ? അവിടെ പൊതുവെ മുന്നേ നമ്മൾ ഭൂരിപക്ഷം കൂടുതലുണ്ടായത് ഇടതുപക്ഷമാണ്. അപ്പോൾ UDF നമ്മളിപ്പോൾ കണ്ടെടുത്തോളം UDF ഇപ്പോൾ കൂടിയിട്ട് മുന്നിലാണുള്ളത്. അപ്പോൾ നമുക്കൊരു പുതിയ ചേഞ്ച് ആഗ്രഹിക്കാം. കൂത്തുപറമ്പ് കണ്ണൂർ. അവിടുത്തെ അവസ്ഥ എന്താ? അവിടുത്തെ അവസ്ഥ ഇപ്പം കോൺഗ്രസും പിന്നെ മുസ്ലിം ലീഗ് UDF. എന്തായാലും നല്ലത് വരട്ടെ ജനങ്ങൾക്ക്. ഏത് പാർട്ടി ഭരിച്ചാലും നമുക്ക് ജനങ്ങൾക്ക് നല്ലത് വരണം, ഇത്രയേ ഉള്ളൂ.